ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മേഘയുടെ അമ്മാവൻ ഒരു ചായക്കടയിൽ കയറി അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, മണി 8 എന്നിട്ടും മനീഷ് വന്നില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മനീഷ് എത്തിയത്. അപ്പോൾ അവർ പറയാണ്, എത്തി എത്തി മനീഷ് പിന്നെ ഹെൽമെറ്റൊക്കെ കഴിച്ചു വെച്ച് അവിടുന്ന് ആ ചായക്കടയിൽ കയറിയിട്ട് ഒരു ചായയൊക്കെ വാങ്ങിക്കുകയാണ്. പിന്നെ മേഘയുടെ അമ്മാവൻ വിളിക്കുകയാണ് കൊട്ടേഷൻ ടീമാറെ. നിങ്ങൾ എവിടെയാണുള്ളത്? സാർ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാൽ മനീഷ് ഇവിടെ എത്തിയിട്ടുണ്ട്, ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ സാർ ഞങ്ങൾ ഇപ്പോൾ വരാം. ശരി. അപ്പോഴേക്കും അവർ 2-3 വണ്ടിയിൽ 2-3 പേര് വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ചേട്ടാ പറയടാ, ഞങ്ങളിവിടെ ചായക്കടയ്ക്ക് മുമ്പിൽ തന്നെ ഉണ്ട് ചേട്ടാ. എടാ പറയട്ടാ. എടാ, എൻ്റെ വലതുവശത്തായിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് ഒരുത്തൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടോ? കണ്ടേട്ടാ. അവനെയാണ് നിങ്ങൾ പോയി വിരട്ടേണ്ടത്. ഓക്കെ ഏട്ടാ, ഞങ്ങൾ നോക്കിക്കോളാം. അവൻ ബൈക്ക് എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങട്ടെ. അവനെ ഫോളോ ചെയ്ത് ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് അവനെ വിരട്ടാം. ശരി ശരി, ഓക്കെ ഏട്ടാ. അങ്ങനെ മനീഷ് ചായ കുടിച്ച് ക്ലാസ്സൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം കാശൊക്കെ കൊടുത്ത് വണ്ടിയിൽ കയറി പോവാണ്, ഹെൽമെറ്റൊക്കെ വെച്ചിട്ട്. ആ സമയത്തേക്ക് അമ്മാവൻ വിളിക്കുകയാണ്, എടാ വാടാ പോവാടാ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും എല്ലാവരും അവിടെ എത്തി. അങ്ങനെ അമ്മാവനും ആ വണ്ടിയിൽ തന്നെ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവന് പിന്നാലെ ഫോളോ ചെയ്ത് പോവാണ്. അവർ 3 പേരും 3 കൊട്ടേഷൻ ടീം വണ്ടിക്കാരും മനീഷിൻ്റെ പിന്നാലെ തന്നെ പോവാണ്. അവർ 3 പേരും ചേർന്ന് മനീഷിൻ്റെ വണ്ടിക്ക് ചുറ്റും നിന്ന് ഇറങ്ങടാ എന്ന് പറയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞങ്ങനെ മനീഷ് വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ്, ആരാ നിങ്ങളൊക്കെ? അപ്പോൾ മേഘയുടെ അമ്മാവൻ പറയാണ്, എടാ ഞങ്ങൾ ആരാണെന്ന് ഒക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. നിൻ്റെ നാടെവിടെയാടാ? പട്ടാമ്പിക്കടുത്താ. അവിടെയുള്ളൊരു ഗ്രാമത്തിലാണ് ഞാൻ. എന്താ ചോദിക്കുന്നേ? എടാ, പട്ടാമ്പിയിലുള്ള നീ ഇവിടെ വന്നിട്ട് എന്തിനാടാ പ്രശ്നം ഉണ്ടാക്കുന്നേ? മനീഷ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ആരോടാ പ്രശ്നം ഉണ്ടാക്കിയേ? എടാ, നീ ആർക്കും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാ നിന്നെ കാണാൻ ഞങ്ങൾ ഇവിടെ വന്നത്, മേഘയുടെ അമ്മാവൻ പറയാം. മനീഷ് വിഷമത്തോടെ പറയാണ്, എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ പറയാണ്, നീ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഉടനെ തന്നെ നിന്റെ കെട്ടും ബാണ്ടവും എടുത്ത് ഇന്ന് തന്നെ നിന്റെ നാട്ടിലേക്ക് വണ്ടി കയറിക്കൊള്ളണം. നാളെ നേരം വെളുക്കുമ്പോൾ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. നിന്റെ നിഴല് പോലും ഇവിടെ കണ്ടുപോകരുത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എന്നോടെന്തിനാ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറയുന്നത്? ആദ്യം നിങ്ങളാരാന്ന് പറ. എല്ലാവരും ഹെൽമെറ്റ് ഒന്ന് മാറ്റിക്കേ. അപ്പോൾ അവർ പറയാണ്, നാട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ നീ തർക്കിച്ചുകൊണ്ടിരിക്കുന്നടാ എന്ന് പറഞ്ഞ് മനീഷിനെ അടിക്കുകയാണ്. അവർ മനീഷിനെ അടിച്ച് വീഴ്ത്തി അവിടെ. അപ്പോൾ മേഘയുടെ അമ്മാവൻ പറയാണ്, എടാ കുറച്ച് മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കടാ. കേട്ടില്ലെങ്കിൽ പോരെ അടിയൊക്കെ? തുടക്കത്തിലേ ഇങ്ങനെ അടിച്ചാൽ എങ്ങനെയാ? ആരാടാ നിങ്ങൾ? നിങ്ങൾ എന്തിനാടാ എന്നെ വിരട്ടി നാട്ടിലേക്ക് പോകാൻ പറയുന്നത്? ഞാൻ പോകുന്നില്ലടാ. നിങ്ങൾ എന്തു ചെയ്യും? പോകുന്നില്ലേ? നീയായിട്ട് പോയാൽ നിനക്ക് കൊള്ളാം. ഞങ്ങളായിട്ട് നിന്നെ അയക്കുന്നതാണെങ്കിൽ പീസാക്കി ഞങ്ങൾ പാർസൽ ചെയ്യും. ഏതാ നിനക്ക് വേണ്ടത്? എടാ അവനെ പിടിച്ചോണ്ടടാ. എടാ വാടാ. ആരാണ് നിങ്ങൾ? ആരാന്ന് പറയ്. പിന്നെ മനീഷിനെ അവർ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയാണ്. ചന്ദ്രികയ്ക്ക് പുതിയ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണല്ലോ ഉള്ളത്. വാഷിംഗ് മെഷീൻ തുണിയൊക്കെ കഴുകിയതിന് ശേഷം ഇടാൻ വേണ്ടി പോയിട്ടാണുള്ളത്. അതൊക്കെ നോക്കി കണ്ടു നിൽക്കുകയാണ് ജാനകി പിറകിൽ. അപ്പോൾ അവർ വിളിക്കുകയാണ്, ചന്ദ്രികയെ, ഒന്നിങ്ങ് വന്നേ. ചന്ദ്രിക അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എന്താ മാഡം? ആരതിയെയും സിദ്ധുവിനെയും ഒരേ വീട്ടിൽ തന്നെ കല്യാണം കഴിപ്പിക്കാൻ പോവുക. പിന്നെ ജാനകി ചന്ദ്രികയോട് പറയാണ്, ആരതിയുടെ വിവാഹം നടക്കണമെങ്കിൽ ആരതിയെ വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ പെങ്ങളെ സിദ്ധു വിവാഹം കഴിക്കണം. എന്നാലേ ഈ വിവാഹം നടക്കുമെന്ന് ചെറുക്കൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക. ആരതിക്കാണെങ്കിൽ ആ പയ്യനെ ഒരുപാട് ഇഷ്ടമായി. ആരതിക്ക് വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് ആ പയ്യനുമായിട്ടായിരിക്കും എന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക. അതുകൊണ്ട് സിദ്ധാർത്ഥ് ഈ വിവാഹത്തിന് സമ്മതിച്ചേ മതിയാവും. പക്ഷേ സിദ്ധാർത്ഥ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ അവൻ പറയുന്നതിൻ്റെ പിന്നിലെ ഒരേ ഒരു കാരണം അത് നീയാണ്. നീ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അവൻ വേറെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നത്. അവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നീ മനസ്സ് വെച്ചാൽ ഈ വിവാഹം നന്നായിട്ട് തന്നെ നടക്കും. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നീ തന്നെ സിദ്ധുവിനോട്
അമ്മ കാണിച്ചു തരുന്ന പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്നും എന്നെ മറക്കണം എന്നും പറയണം. നീ അങ്ങനെ പറഞ്ഞാൽ അവൻ്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ചന്ദ്രിക ആശയക്കുഴപ്പത്തിലായി. ചന്ദ്രിക അത് തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ജാനകി വീണ്ടും പറയാണ്, നീ അവനെ സ്നേഹിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ സിദ്ധാർത്ഥിനോട് ചെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടി പറയും. ഇനി മേലിൽ ഞാൻ സിദ്ധാർത്ഥിനോട് അവൻ്റെ വിവാഹകാര്യം പറയാൻ പോകുന്നില്ല. നീ വേണം അവനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവനെ ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ. നീ കാരണം ആരതിയുടെ ജീവിതത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയെങ്കിലും ആരതിയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം ഒരേ പന്തലിൽ തന്നെ വെച്ച് നടക്കണം. അതിപ്പോൾ നിന്റെ കയ്യിലാണ് ഉള്ളത്. അത്രയും പറഞ്ഞ് ചന്ദ്രികയുടെ മറുപടിക്കൊന്നും കാത്തു നിൽക്കാതെ ജാനകി അവിടെ നിന്നും പോവാണ്. പിന്നെ കാണിക്കുന്നത് ഓഫീസിൽ മേഘയാണ്. മേഘയുടെ അടുത്തേക്ക് മനീഷ് വരികയാണ്. മേഘ എന്ന് വിളിച്ചിട്ട്. മേഘ അവനെ കണ്ട് ഞെട്ടുകയാണ്. ഇവനെന്താ ഇവിടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൻ പറയാണ്, അകത്തേക്ക് വരട്ടെ. മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതെന്താ മനോഹർ അമ്മ അവനോട് കാശ് കൊടുത്തിട്ട് ഇവൻ്റെ കൈയും കാലും പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇവനെന്താ എൻ്റെ മുമ്പിൽ ഒരു കുഴപ്പമില്ലാതെ വന്ന് നിൽക്കുന്നു. അവൻ അകത്ത് കയറിയിട്ട് വിളിക്കുകയാണ്, മേഘ. അപ്പോൾ മേഘ പറയാണ്, എൻ്റെ കേബിനിൽ ആവശ്യമില്ലാതെ വരരുതെന്ന് നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാണ്. മേഘ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്താ കാര്യം? പെട്ടെന്ന് പറയൂ. ഇന്നലെ രാത്രി ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് 4-5 പേർ ചേർന്ന് എന്നെ ബൈക്കിൽ ഫോളോ ചെയ്തു. എല്ലാവരും ഹെൽമെറ്റ് ഇട്ടിരുന്നു. എൻ്റെ വണ്ടി തള്ളിയിട്ട് എല്ലാവരും എന്നെ അടിക്കാൻ വന്നു. നിനക്കറിയാലോ ഞാൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന്. 4 എണ്ണത്തിനെ ഞാൻ നന്നായിട്ട് തല്ലി ചതച്ചിട്ടുണ്ട്. കാര്യം നിനക്കറിയാലോ ഞാൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന്. അവന്മാർ തുണി പോലുമില്ലാതെ ഓടി രക്ഷപ്പെട്ടു. അപ്പോഴാണ് മേഘയ്ക്ക് ഓടിയത് അവൻ കരാട്ടേൻ്റെ കാര്യം. ഇപ്പോൾ ആ 4 പേരും ഏത് ഹോസ്പിറ്റലാണെന്ന് ആർക്കറിയാം? മേഘ ഗത്യന്തരയില്ലാതെ ഞെട്ടുകയാണ്. മനീഷിനെ അവർ വലിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം മനീഷും അവരും തമ്മിലുള്ള നല്ല അടിയാണ്. മനീഷ് പിന്നെ അവൻ്റെ കരാട്ട എടുത്തു. അപ്പോൾ അവർ പറയാണ്, കരാട്ടാണേ കരാട്ട. അമ്മാവൻ മാറി നിന്നിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, എടാ പോയി അടിക്കടാ അടിക്കടാ എന്ന്. അവ നന്നായിട്ട് ഓരോരുത്തരെയും അടിച്ചിടുകയാണ്. എടാ വിവരം കെട്ടവന്മാരെ, കൊടുക്കാൻ പറയുമ്പോൾ വാങ്ങുന്നോ? അങ്ങനെ മനീഷ് എല്ലാത്തിനെയും അടിച്ച് വിരട്ടി ഓടിച്ചു. അപ്പോൾ ഓരോരുത്തരും ജീവന് വേണ്ടി ഓടുകയാണ്. അപ്പോൾ പിറകെ ഓടുകയാണ് മനീഷ്, അതായത് മേഘയുടെ അമ്മാവൻ. അപ്പോൾ മനീഷ് അയാളെ പാഞ്ഞു പിടിക്കാൻ വേണ്ടി പോവാണ്. എടാ വിടില്ലടാ, ഒരുത്തനെ ഞാൻ വിടില്ല. മേഘ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് മേഘ ചോദിക്കുകയാണ്, 4 പേരെയും അടിച്ചോ? പിന്നെ അല്ലാതെ. അവന്മാർ ഒന്നിനും കൊള്ളാത്ത വാഴകളായിരുന്നു. അവന്മാരെ ഞാൻ ഈസി ആയിട്ട് അടിച്ചൊതുക്കി. മേഘ പെട്ടെന്ന് ഞെട്ടി. എന്നിട്ട് പറയാണ്, മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവന് കരാട്ടെ അറിയാലോ, അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അപ്പോൾ ഇവനെ വേറെ രീതിയിൽ വേണം ഡീൽ ചെയ്യാൻ. ശരി, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, സേഫായിട്ട് എത്തിയല്ലോ. എന്താ മേഘ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? എനിക്കിവിടെ ശത്രുക്കൾ ആരുമില്ല, പിന്നെ എന്തായിരിക്കും ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? ആരായിരിക്കും എന്നെ തല്ലാൻ ആളെ വിട്ടത്? നിനക്കിവിടെ ശത്രുക്കളൊന്നും ഇല്ലെന്ന് നീ തന്നെ പറഞ്ഞല്ലോ. പക്ഷേ മറ്റാർക്കെങ്കിലും പകരം നിന്നെ ആള് മാറി പിടിച്ചതാണോന്നറിയില്ല. ഓ, അങ്ങനെയായിരിക്കുമോ? ആ ആ ആ ആ അത് ഞാൻ ചിന്തിച്ചതേയില്ല. എനിക്കിവിടെ ശത്രുക്കളൊന്നും ഇല്ലല്ലോ. എന്നെ തല്ലാൻ എന്തിനാ ആളെ വിടുന്നത്? ശരി മേഘ, ഞാൻ ഇറങ്ങുന്നു. മേഘ ആകെ ചമ്മി യോ എന്ന് പറയാണ്. പിന്നെ കാണിക്കുന്നത് മലറിനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രിക പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലർ പോയിട്ട് പറയാണ്, അമ്മേ, ഞാൻ ഹോംവർക്കൊക്കെ ചെയ്തു കഴിഞ്ഞമ്മേ. ശരി, എന്നാൽ പോയി കളിച്ചോ. ഹോംവർക്കൊക്കെ കഴിഞ്ഞതാണല്ലോ. ആരുമില്ല അമ്മേ കളിക്കാൻ. ഞാൻ ആരുടെ കൂടെ പോയി കളിക്കും അമ്മേ? ആരുമില്ല കളിക്കാൻ. പ്രിയയാണെങ്കിൽ മേഘ ആൻറ്റിയുടെ കൂടെ പുറത്തേക്ക് പോയി. അമ്മ വാ അമ്മേ, നമുക്ക് 2 പേർക്കും കൂടി കളിക്കാം. അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണേടാ, അമ്മയ്ക്ക് വേറെ ജോലിയും ഉണ്ട്. മോള് പോയി കളിച്ചോ. അപ്പോഴേക്കും അമ്മ എല്ലാ ജോലിയും പെട്ടെന്ന് തീർത്തിട്ട് വരാം. അപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നത്, അതായത് ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും. അപ്പോൾ മലർ ഓടിപ്പോയിട്ട് വിളിക്കുകയാണ്, ഏയ് മുത്തശ്ശ മുത്തശ്ശ. ഏയ് എന്താ മോളൂ മലർക്കുട്ടി? മുത്തശ്ശ, എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു. അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നുമില്ല. മുത്തശ്ശനെങ്കിലും വരുമോ? മുത്തശ്ശൻ അത് കേട്ട് ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ലക്ഷ്മിയും ചിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, ഏട്ടൻ ചുമ്മാതെയല്ലേ നിൽക്കുന്നത്, ഏട്ടൻ മലറിനൊപ്പം കളിക്കേ. എന്താ ലക്ഷ്മി, നിനക്കും ഞങ്ങളുടെ കൂടെ കളിച്ചൂടെ? ഞാനും കളിക്കാം. അപ്പോൾ എന്ത് കളിക്കും? നമുക്ക് ഒളിച്ച് കളിക്കാം. മുത്തശ്ശൻ കണ്ണു പൊത്തിക്കോ,
ഞാനും മുത്തശ്ശിയും ഒളിച്ചു നിൽക്കാം. മുത്തശ്ശൻ ഞങ്ങളെ കണ്ടുപിടിക്കണം. അപ്പോൾ ചന്ദ്രിക വിളിക്കാണ്, മലർ, മുത്തശ്ശനെയും മുത്തശ്ശിയെയും ശല്യം ചെയ്യാതെ. മുത്തശ്ശൻ പറയാണ്, സാരമില്ല ചന്ദ്രികേ, ഇവളോടൊപ്പം കളിക്കുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല. പിന്നെ മുത്തശ്ശൻ പറയാണ്, മലർ, നീയും മുത്തശ്ശിയും ഒളിച്ചോ, ഞാൻ കണ്ണുപൊത്താം. ഓക്കെ. ചെല്ല് ചെല്ല് ചെല്ല്. മുത്തശ്ശൻ ആദ്യം കണ്ണ് കെട്ടട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. ശരി. അപ്പോൾ മുത്തശ്ശൻ കണ്ണ് കെട്ടാണ്. മുത്തശ്ശൻ 10 വരെ എണ്ണിയതിന് ശേഷം അവരെ അന്വേഷിക്കാൻ വേണ്ടി വരുന്നതാണ്. എവിടെയാ ഉള്ളത്? മലർ മലർ എന്ന് വിളിച്ചുകൊണ്ട് അന്വേഷിക്കുകയാണ്. ഇതെവിടെ പോയി? രണ്ടുപേരെയും കാണുന്നില്ലല്ലോ. എവിടെയാ ഉള്ളത്? എന്നാലും ഇതെവിടെ പോയി ഒളിച്ച്? കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ രണ്ടുപേരെയും. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? മലറിനെ കണ്ടുപിടിച്ചു. മുത്തശ്ശൻ മലറിനെ എടുത്ത് പൊക്കി എന്നിട്ട് പറയാണ്, കണ്ടുപിടിച്ചു മലർ ഔട്ട്. മുത്തശ്ശ, ഇനി ഞാൻ കണ്ണുപൊത്താം, നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോ. ശരി. പോയി കണ്ണടക്ക്. ചന്ദ്രികെ, ഞാൻ അകത്ത് പോയി ഒളിക്കാം. അപ്പോൾ ഒളിച്ചു നിന്ന മുത്തശ്ശൻ മലറിൻ്റെ പിറകിൽ വന്നിട്ട് മലറിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ പറയാണ്, മുത്തശ്ശൻ ഔട്ടായി മുത്തശ്ശ. അപ്പോഴാണ് മലർക്കുട്ടി, നിന്നോട് തോൽക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് മലർ എന്ന് പറയാണ് മുത്തശ്ശൻ. അപ്പോഴേക്കും നോക്കിക്കൊണ്ടിരുന്ന ചന്ദ്രികയുടെ കൈമുറിയാണ്. അയ്യോ എന്തു പറ്റി ചന്ദ്രികയെ? നന്നായിട്ട് രക്തം വരുന്നുണ്ടല്ലോ, എന്താ ചന്ദ്രികയെ, എന്തു പറ്റി എന്ന് ചോദിക്കാണ് മുത്തശ്ശനും മുത്തശ്ശിയും. അപ്പോൾ അതിൻ്റെ പിന്നിൽ തന്നെ മലറും വന്നിട്ട് പറയാണ്, അമ്മേ എന്തു പറ്റി അമ്മേ? ഏട്ടാ, ഇതൊന്ന് നോക്കിയേ, എന്താ ചന്ദ്രികയെ, നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ ചന്ദ്രികയെ? ഇല്ല അമ്മേ, കാര്യമാക്കണ്ട അമ്മേ, ഒന്നുമില്ല അമ്മേ, ചെറിയ മുറിവാ. ലക്ഷ്മി, നീ പോയി ഐസ് കൊണ്ടുവാ. ലക്ഷ്മി ഐസ് എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, എന്താ ചന്ദ്രികയെ മോളെ, ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഇല്ല സാർ, ഇതൊരു ചെറിയ മുറിവാണ്. അപ്പോൾ മഹേന്ദ്രൻ സാർ പറയാണ്, ഇതാണോ ചെറിയ മുറിവ്? എത്ര രക്തം വരുന്നു എന്ന് നോക്ക്. ലക്ഷ്മി വേഗം തന്നെ അത് ഒരു കോട്ടനെടുത്ത് തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് നന്നായിട്ട് കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യാണ്. ലക്ഷ്മി അത് വളരെ സ്നേഹത്തോടു കൂടി ചന്ദ്രികയ്ക്ക് മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് ചന്ദ്രികയുടെ ശ്രദ്ധ ലക്ഷ്മിയുടെ മുഖത്തേക്ക് വന്നത്. അപ്പോൾ ലക്ഷ്മി കരയുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ചന്ദ്രിക ചോദിക്കുകയാണ്, രണ്ടുപേരുടെ മുഖത്തും നല്ലൊരു വിഷമമുണ്ട്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ അമ്മേ ഇത്, ഈ ചെറിയ മുറിവിനാണോ നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നത്? ലക്ഷ്മി പിന്നെ നന്നായിട്ട് കരയാണ്. എന്നിട്ട് പറയാണ്, നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്കിത് ചെറിയ മുറിവായിരിക്കാം, പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിതൊരു വലിയ മുറിവാണ് എന്ന് പറഞ്ഞ് ലക്ഷ്മി നന്നായിട്ട് കരയാണ്. ചന്ദ്രിക രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്. രണ്ടുപേരും ഒരേ വിഷമത്തിലാണുള്ളത്. ലക്ഷ്മിയാണെങ്കിൽ നന്നായിട്ട് കരയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നതാണ്, നീ ഇന്ന് അടുക്കളയിലേക്ക് കയറുകയും ചെയ്യണ്ട, ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കിക്കോളാം. അയ്യോ, എന്താ അമ്മ ഇത്, ഞാൻ തന്നെ ചെയ്തോളാം, കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ പോവും, ഞാൻ തന്നെ ചെയ്തോളാം. അപ്പോൾ മഹേന്ദ്രൻ സാറും പറയാണ്, അമ്മ പറയുന്നത് കേൾക്കുന്നില്ലേ, നമ്മൾ പോയി റെസ്റ്റ് എടുക്ക്, ഇന്ന് ഇവളുണ്ടാക്കിക്കോളും, ഇന്ന് മുഴുവൻ നിനക്ക് റെസ്റ്റാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, നീ ഇങ്ങ് വന്നേ. സ്നേഹത്തോടു കൂടി മുത്തശ്ശി അമ്മ വിളിക്കുകയാണ്, ലക്ഷ്മി വിളിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഞാൻ പറഞ്ഞാൽ രണ്ടുപേരും കേൾക്കില്ലല്ലോ, ഇടക്ക് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി സോഫയിൽ ഇരുത്തുകയാണ്. നീ ഇവിടെ തന്നെ ഇരിക്കും ചന്ദ്രിക, ഞാൻ പോയി പാചകമൊക്കെ നോക്കിയിട്ട് വരാം. അമ്മ പാചകം നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ചന്ദ്രികയെ അവിടെ സോഫയിൽ ഇരുത്തിയിട്ടാണല്ലോ ഉള്ളത്. അവിടെ തന്നെ മഹേന്ദ്രൻ സാറും വിഷമത്തോടെ നിൽക്കുകയാണ്. ചന്ദ്രിക നോക്കുമ്പോൾ മഹേന്ദ്രൻ സാറിന് നല്ല വിഷമമുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നത്. പിന്നെ സിദ്ധുവിൻ്റെ അടുത്ത് ചന്ദ്രിക പോയിട്ടാണുള്ളത്. അപ്പോൾ സിദ്ധു 2 കടലാസിൽ പേരെഴുതിയിട്ടാണുള്ളത്. അപ്പോൾ ആ 2 കടലാസും ചുരുട്ടിയിട്ട് സിദ്ധു അവിടെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഒന്നിൽ അനുവിൻ്റെ പേരും ഇട്ടിട്ടുണ്ട്, ഒന്നിൽ അമ്മ കണ്ടുപിടിച്ച പെണ്ണിൻ്റെ പേരും ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഞാൻ താഴെ ഇട്ടിട്ടാണുള്ളത്. അതിൽ നീ ഒരു തുണ്ട് അതിൽ നിന്നും എടുക്ക്. അപ്പോൾ ആരതാണോ നീ എടുക്കുന്നത് നോക്കാം. എടുക്ക്. ചന്ദ്രിക അത് നോക്കി നിൽക്കുകയാണ്, ഒന്നും എടുക്കാതെ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതാണ്. അതുവരേക്കും എൻ്റെ വീഡിയോ ഇത്രയും സമയം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.